3 ദിവസം പ്രായമുള്ളപ്പോൾ ഒഡീഷയിലെ ഭുവനേശ്വറിന്റെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട പെൺകുഞ്ഞിനെ രാജലക്ഷ്മി ഖർ എന്ന യുവതി എടുത്തു വളർത്തുന്നു. എന്നാൽ പിന്നീട് അതേ പെൺകുഞ്ഞ് അവളുടെ 13-ാം വയസ്സിൽ തന്റെ ജീവൻ എടുക്കുമെന്ന് ആ അമ്മ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. 8-ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി 2 ആൺ സുഹൃത്തുക്കളുമായി ചേർന്നാണ് ഈ വളർത്തമ്മയുടെ ജീവൻ എടുത്തത്. ഗജപതി ജില്ലയിലെ പരാലാഖേമുണ്ടി നഗരത്തിലെ വാടക വീട്ടിലാണ് 54-കാരിയായ രാജലക്ഷ്മി ഖറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഒരേ സമയം 2 പുരുഷന്മാരുമായുള്ള മകളുടെ ബന്ധത്തെ രാജലക്ഷ്മി എതിർത്തിരുന്നു. ഇതും സ്വത്തുക്കൾ കൈയടക്കാനുള്ള ആഗ്രഹവുമാണ് പോറ്റമ്മയെ കൊലപ്പെടുത്താൻ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഏപ്രിൽ 29-ന് നടന്ന കൊലപാതകം കഴിഞ്ഞ ദിവസമാണ് പുറം ലോകം അറിഞ്ഞത്. ഉറക്ക ഗുളിക കൊടുത്ത് മയക്കി കിടത്തിയ ശേഷം തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപാതകം. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജലക്ഷ്മി മരണപ്പെട്ടു. പിറ്റേ ദിവസം സ്വന്തം നാടായ ഭുവനേശ്വറിൽ എത്തിച്ച് മൃതദേഹം സംസ്കരിച്ചു. അമ്മ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചെന്നാണ് ചടങ്ങിനെത്തിയ ബന്ധുക്കളോട് ദത്തുമകൾ പറഞ്ഞത്. രാജലക്ഷ്മിക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായിരുന്നതിനാൽ ആർക്കും മരണത്തിൽ മറ്റ് സംശയങ്ങൾ തോന്നിയതുമില്ല. രാജലക്ഷ്മിക്ക് നെഞ്ചുവേദനയുണ്ടായെന്നും ഇതേ തുടർന്ന് ബോധരഹിതയായെന്നുമാണ് പെൺകുട്ടി ആശുപത്രി അധികൃതരോടും പറഞ്ഞിരുന്നത്. എന്നാൽ പെൺകുട്ടി അവളുടെ മൊബൈൽ ഭുവനേശ്വറിൽ വെച്ച് മറന്നുപോയിരുന്നു. ഇത് രാജലക്ഷ്മിയുടെ സഹോദരൻ സിബ പ്രസാദ് മിശ്ര കണ്ടെത്തി. ഈ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിച്ചപ്പോഴാണ് കൊലപാതക പദ്ധതി ഓരോന്നായി പുറത്തു വന്നത്. ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചറിൽ കൊലപാതക പദ്ധതി വ്യക്തമായി പറഞ്ഞിരുന്നു. രാജലക്ഷ്മിയെ എങ്ങനെ കൊലപ്പെടുത്തണമെന്നും അവരുടെ സ്വർണ്ണാഭരണങ്ങളും പണവും എങ്ങനെ കൈപ്പിടിയിലാക്കണമെന്നും ചാറ്റിൽ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ മെയ് 14-ന് മിശ്ര പരാലാഖേമുണ്ടി പോലീസിൽ പരാതി നൽകി. പിന്നാലെ പെൺകുട്ടിയെയും ക്ഷേത്രത്തിലെ പൂജാരിയായ ഗണേഷ് റാത്തിനെയും സുഹൃത്ത് ദിനേഷ് സാഹു എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇരുവർക്കും യഥാക്രമം 20-ഉം 21 വയസ്സുമാണ് പ്രായം. മക്കളില്ലാതിരുന്ന രാജലക്ഷ്മിയും ഭർത്താവും ചേർന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വെറും 3 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ ദത്തെടുത്തത്. 1 വർഷത്തിനു ശേഷം രാജലക്ഷ്മിയുടെ ഭർത്താവ് മരിച്ചു. പിന്നീട് രാജലക്ഷ്മി ഒറ്റയ്ക്കാണ് ഈ കുഞ്ഞിനെ വളർത്തിയതും. മകൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ ലഭിച്ചപ്പോൾ പരാലാഖേമുണ്ടിയിലേക്ക് താമസം മാറ്റുകയായിരുന്നു കുടുംബം. പ്രണയബന്ധത്തിൽ രാജലക്ഷ്മി എതിർപ്പുയർത്തിയതോടെ അമ്മയ്ക്കും മകൾക്കുമിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി. റാത്താണ് കൊലപാതകത്തിന് പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് അറിയിച്ചു. കൊല നടത്തിയാൽ ബന്ധം തുടരാനാവുമെന്നും സ്വത്തുക്കൾ കൈവശമാക്കാമെന്നും ഇയാൾ പെൺകുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഏപ്രിൽ 29-ന് വൈകുന്നേരം അമ്മയ്ക്ക് മകൾ ഉറക്ക ഗുളികകൾ നൽകി. അവർ ഉറങ്ങിയതിന് പിന്നാലെ റാത്തിനെയും സാഹുവിനെയും വിളിച്ചു വരുത്തി. പിന്നീട് മൂവരും ചേർന്ന് തലയണ ഉപയോഗിച്ച് രാജലക്ഷ്മിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രാജലക്ഷ്മിയുടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ പെൺകുട്ടി നേരത്തെ തന്നെ റാത്തിന് കൈമാറിയിരുന്നു. ഇത് 2.4 ലക്ഷം രൂപയ്ക്ക് ഇയാൾ വിറ്റു. പ്രതികളിൽ നിന്ന് 30 ഗ്രാം തൂക്കം വരുന്ന സ്വർണവും 3 മൊബൈൽ ഫോണുകളും കൊലപാതകത്തിന് ഉപയോഗിച്ച തലയണയും പോലീസ് കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.